സുഹൃത്തുക്കളെ, ആറ്റുകാൽ പൊങ്കാലയിടുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആറ്റുകാൽ പൊങ്കാല അടുത്തു വരുന്ന ദിവസങ്ങളിൽ പൊങ്കാലയിടുന്നവർ വ്രതം നോക്കുന്നത് പൊങ്കാലയെ കൂടുതൽ പവിത്രവും അർത്ഥമുള്ളതുമാക്കുന്ന ഒരു കാര്യമാണ്. കഴിയുമെങ്കിൽ കാപ്പു കെട്ടുന്നത് മുതൽ പൊങ്കാല കഴിയുന്നതുവരെയും ചിലർ വ്രതം നോക്കുന്നു. അല്ലാത്ത പക്ഷം 7 ദിവസത്തേക്ക്, അതുമല്ലെങ്കിൽ 3 ദിവസത്തേക്കെങ്കിലും വ്രതം നോക്കുന്നതാണ് പൊതുവിൽ സ്വീകരിച്ചു വരുന്ന രീതി. ഈ സമയങ്ങളിൽ കഴിയുമെങ്കിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക, മറ്റു നേരങ്ങളിൽ ഗോതമ്പ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കഴിക്കുക എന്ന ഒരു രീതിയാണ് പലരും മിക്കപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഏതായാലും ബ്രഹ്മചര്യം പാലിക്കുക, അതുപോലെ തന്നെ സസ്യാഹാരം മാത്രം ഉൾക്കൊള്ളുന്ന ആഹാര രീതി പാലിക്കുക എന്നീ കാര്യങ്ങൾ ഏറ്റവും ഉചിതമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ, മരുന്ന് കഴിക്കുന്നവർ എന്നിവരെല്ലാം അതിനുതകുന്ന രീതിയിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിഷ്ഠ വയ്ക്കാവൂ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കൂടാതെ നിത്യവും ക്ഷേത്ര ദർശനത്തിന് ശ്രമിക്കുക, സന്ധ്യാവന്ദനം നടത്തുക, ദേവീനാമം ദിവസവും കഴിയുന്നത്ര ജപിക്കാൻ ശ്രമിക്കുക, ദേവീ മഹാത്മ്യം, ദേവി അഷ്ടോത്തര ശതനാമാവലി മുതലായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക എന്നിവയെല്ലാം നമ്മുടെ വ്രതശുദ്ധിക്കും ഭക്തിയുടെ മാറ്റുകൂട്ടുന്നതിനും അങ്ങേയറ്റം സഹായകമായ കാര്യങ്ങളാണ്. പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച ശേഷം നിവേദ്യത്തിൽ നിന്ന് ഒരംശം കഴിച്ച് പിറ്റേന്ന് രാവിലെ കൂടി തീർത്ഥം സേവിച്ചോ നിവേദിച്ച പ്രസാദം എന്തെങ്കിലും കൂടി കഴിച്ചോ വ്രതം അവസാനിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊങ്കാലയിടുന്നതിനായി പോകുമ്പോൾ കഴിയുന്നതും പുതുവസ്ത്രമോ അല്ലെങ്കിൽ അലക്കിയ വസ്ത്രമോ ആണ് ധരിക്കേണ്ടത് എന്നുള്ളതാണ്. 3 ചുടുകല്ല് ചേർത്ത് വെച്ച് എളുപ്പത്തിൽ അടുപ്പ് കൂട്ടുന്നതാണ് ഏറ്റവും ഉചിതമായ രീതി. അതുപോലെ തന്നെ മൺകലം തന്നെയാണ് പൊങ്കാലയിടുവാൻ ഏറ്റവും നല്ലത്. ഇതെല്ലാം നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം പൊങ്കാല ഇടുന്ന സ്ഥലം തീർച്ചയായും ശുദ്ധിയുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ ആ സ്ഥലങ്ങൾ ചാണകത്തിൽ മെഴുകുകയോ അല്ലെങ്കിൽ ആ സ്ഥലം കഴുകുകയോ ചെയ്യാം. എന്നാൽ ഒരു പൊതുസ്ഥലത്താണ് നാം പൊങ്കാല ഇടുന്നതെങ്കിൽ നമുക്ക് ചാണകവെള്ളമോ അല്ലെങ്കിൽ പുണ്യവെള്ളമോ ശുദ്ധിയാക്കുന്നുവെന്ന് സങ്കല്പിച്ച് തളിക്കുകയും ചെയ്യാവുന്നതാണ്. സാധാരണ ഏതൊരു മംഗളകർമ്മത്തിലും എന്ന പോലെ പൊങ്കാല ഇടുന്നതിനു മുൻപായും ഗണപതി ഭഗവാനെ ധ്യാനിക്കുക, കഴിയുന്ന പോലെ ഗണപതി ഭഗവാൻ ഒരുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ പടത്തിനു മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് പടുക്കയിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെ ഒരുക്കുകയും ചെയ്യേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊങ്കാല ഇടുമ്പോൾ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള സൂക്തങ്ങൾ ജപിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ്. ഏത് മന്ത്രം എന്നതിലുപരി സർവത്ര ദേവീഭക്തിയിൽ, ദേവിയെക്കുറിച്ചുള്ള ചിന്തയിൽ ആത്മാർത്ഥതയോടെ മുഴുകുവാൻ ശ്രമിക്കുക എന്ന ആത്മസമർപ്പണത്തിന്റെ ഭാഗമാകലാണ് പ്രധാനം. ഏതൊരു നാമത്തിനും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു രൂപവും അർത്ഥവും ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ. അതായത് നാമവും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വസ്തുവും തമ്മിൽ വ്യത്യാസമില്ല, അവ ഒന്നു തന്നെയാണ്. അതുപോലെ ദേവിയുടെ നാമം ശരിക്കും ദേവി തന്നെയാണെന്ന ഉത്തമ വിശ്വാസത്തിൽ നാമജപം നടത്തുന്നത് ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ഉപാസനാ രീതിയാണ്. കലിയുഗത്തിൽ നാമജപം പോലെ ഉന്നതവും ശക്തവുമായ മറ്റൊരു ആരാധനാ സമ്പ്രദായവുമില്ല എന്നുള്ളതിൽ നിന്നും നാമജപത്തിൻ്റെ മഹിമ എത്രയാണ് എന്ന് നമുക്ക് വ്യക്തമാണല്ലോ. അതുകൊണ്ട് നാം കഴിയുന്നത്ര ദേവീനാമം ജപിക്കുന്നത് ഏറ്റവും ഫലവത്തായ ഒരു ഉപാസനാ രീതിയാണെന്ന് മാത്രമല്ല, അത് പൊങ്കാല സമർപ്പണത്തെ ദിവ്യമാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ശരിക്കും പൊങ്കാല ഇടുന്നതുമായി ബന്ധപ്പെട്ട ഓരോ കർമ്മത്തെയും നമ്മുടെ ആന്തരിക ചിന്തകളാൽ ഈശ്വരോന്മുഖമാക്കുമ്പോഴാണ് നമുക്ക് പൊങ്കാലയിടൽ എന്നത് ഒരാത്മസമർപ്പണം കൂടിയാവുക എന്ന ഏറ്റവും പരമപ്രധാനവും ധന്യവുമായ ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്നത്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതുന്നതും ആദ്യമായി ദേവിക്ക് സമർപ്പിച്ചതായി കരുതുന്നതും കടുംപായസമാണ്. ഈ വഴിപാട് ദേവിയെ സംപ്രീതയാക്കുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ പായസം ഉണ്ടെങ്കിലും വെള്ളച്ചോറും ദേവിക്ക് സമർപ്പിക്കുന്നു. ദേവന്മാർക്കുള്ള പൂജയ്ക്ക് വെള്ള നിവേദ്യം ഒഴിവാക്കാനാവാത്തതാണ്. അതുപോലെ ദേവിക്കും വെള്ളച്ചോറ് നിവേദിക്കുന്നു. ശിരോരോഗങ്ങൾ മാറുന്നതിനായി, മണ്ടപ്പിറ്റും ധനധാന്യ സമൃദ്ധികൾ ഉണ്ടാകുന്നതിനായി
തെരളി, അട എന്നിവയും ദേവീപ്രീതിക്കായി സമർപ്പിക്കുന്നു. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, വളരെയധികം അളവിൽ പൊങ്കാല നിവേദ്യം ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചു തീരാതെ ബാക്കി വരുത്തുകയും അവസാനം എങ്ങനെയെങ്കിലും കളയേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ കഴിയുന്നത്ര ഒഴിവാക്കാൻ നോക്കണം എന്നതാണ്. ഡയബറ്റിക്കോ മറ്റ് അസുഖങ്ങളോ ഉള്ള പലരും മധുരം ചേർന്ന ഭക്ഷണങ്ങൾ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ശർക്കര പായസം, തെരളി, മണ്ടപ്പുറ്റ് അങ്ങനെ എന്തുതരം നിവേദ്യമായാലും ശരി, അത് ഉചിതമായ രീതിയിൽ വളരെ അളവ് കുറച്ചു തന്നെ ഒരുക്കി നിവേദിക്കുകയും കഴിയുന്നത്ര മറ്റുള്ളവർക്ക് കൂടി വിതരണം ചെയ്യുകയും ചെയ്യുക എന്ന രീതിയാണ് ഏറെ അഭികാമ്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിടുന്ന ദിവസം തന്നെ അതിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്ന ധാരാളം ഭക്തജനങ്ങൾ ലോകത്താകമാനമുണ്ട്. അവർക്കെല്ലാവർക്കും അന്നേ ദിവസം തിരുവനന്തപുരത്തെത്തി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തോ അല്ലെങ്കിൽ അതിനടുത്തോ ആയി പൊങ്കാലയിടുക എന്നുള്ളത് തികച്ചും അപ്രായോഗികമായ ഒരു കാര്യമാണ്. അങ്ങനെ എത്താൻ കഴിയാത്തവർക്ക് അവരവരുടെ താമസ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ പൊങ്കാലയിടാവുന്നതാണ്. അവരവർ താമസിക്കുന്ന വീട്ടിലോ ഫ്ളാറ്റിലോ ഉചിതമായ വൃത്തിയും വെടുപ്പും ശുദ്ധിയും കൽപ്പിക്കാവുന്ന സ്ഥലത്ത് പുണ്യവെള്ളമോ ചാണകവെള്ളമോ തളിച്ച് ശുദ്ധി വരുത്തി ഭക്തിയോടെയും സമർപ്പണ ബുദ്ധിയോടെയും പൊങ്കാലയിടാവുന്നതാണ്. കഴിയുമെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് ചാനൽ വഴിയും പൊങ്കാലയിടുന്നതും നിവേദിക്കുന്നതുമായ സമയങ്ങൾ മനസ്സിലാക്കി ആ സമയവും സന്ദർഭവും കണക്കാക്കി പൊങ്കാലയിടാനും കഴിയുന്നതാണ്. ശരിക്കും ദേശകാല പരിമിതികൾക്ക് അതീതമായ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യ ചൈതന്യമാണല്ലോ ആദിപരാശക്തിയായ ദേവി. അതുപോലെ തന്നെ പുല, വാലായ്മ, മാസമുറ മുതലായ കാര്യങ്ങളിൽ പൊതുവെ ശരീര മനസ്സുകൾക്ക് ശുദ്ധിയാർജിക്കുന്നതിനായി നിശ്ചിത കാലയളവ് കണക്കാക്കി വരുന്നു. പുല പോലുള്ള കാര്യങ്ങളിൽ ചിലർ 12 ദിവസം, എന്നാൽ മറ്റു ചിലർ 16 ദിവസം എന്നിങ്ങനെയാണ് പൊതുവെ അശുദ്ധിയായി കണക്കാക്കുന്നത്. അതിനാൽ 16 ദിവസം പൂർത്തിയായി ഒരു ദിവസം കൂടി കഴിഞ്ഞ്, അതായത് 17 രാത്രി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം മുതൽ പൊങ്കാല ഇടാവുന്നതായി കണക്കാക്കാവുന്നതാണ്. സ്ത്രീകളുടെ മാസമുറയുടെ കാര്യത്തിൽ സാധാരണ 8 ദിവസമെങ്കിലും കഴിയുന്നതുവരെ പാടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള കീഴ്വഴക്കം. 9 മുതൽ സാധാരണ അവരവർ ശുദ്ധിയാണെന്ന് കരുതുന്ന ദിവസം മുതൽ പൊങ്കാല ഇടാവുന്നതാണ്. അതുപോലെ തന്നെ പൊങ്കാല സമർപ്പണം തികച്ചും ആത്മസമർപ്പണമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ചില സാമൂഹികമായ കടമകളും കൂടി നാം പാലിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ഒപ്പം തന്നെ ആദിപരാശക്തിയായ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുക എന്ന അഥവാ ആത്മസമർപ്പണം നടത്തുക എന്ന അതിദിവ്യമായ ഒരു ചടങ്ങാണ് നാം അനുഷ്ഠിക്കുന്നത് എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. കാരണം സാമൂഹികമായി ഇത് ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കണ്ട് തിരിച്ചു വരാം എന്ന ഒരു മനോഭാവമായിരിക്കരുത് നാം പൊങ്കാലയിടാൻ പോകുമ്പോൾ ഉണ്ടാകേണ്ടത്. തനിക്ക് സുഖത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും അവരെന്നും ഹിതത്തിനായി വരയണമെന്ന ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമാക്കിയ തത്വം ഉൾക്കൊള്ളുന്നവണ്ണം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെ എല്ലാവരും സന്തുഷ്ടരായിരിക്കട്ടെ എന്ന ആർഷഭാരത ദർശനത്തിനുതകുന്ന രീതിയിലാകണം നാം ഓരോരുത്തരുടെയും ഓരോ പെരുമാറ്റവും പ്രവൃത്തിയും എന്ന കാര്യം കൂടി നാം ധരിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ സ്വാർത്ഥതകൾക്ക് അതീതമാകുവാൻ, അഥവാ ഞാനെന്നും എന്റേതെന്നുമുള്ള സർവ്വ സ്വാർത്ഥതകളും ദേവിക്ക് സമർപ്പിച്ച് തികച്ചും നിസ്വാർത്ഥവും ആത്മപരിശുദ്ധവുമായ മാനസിക തലത്തിലേക്ക് ഉയരുവാനും കൂടിയാണല്ലോ നാം പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ബാഹ്യമായ പരിശുദ്ധികൾക്ക് മാത്രമല്ല, അതിനേക്കാൾ അധികം പ്രാധാന്യമുള്ള ആന്തരികമായ പരിശുദ്ധിയെക്കുറിച്ചും നാം കഴിയുന്നത്ര ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ക്രോധം, കാമലോഭ മത മാത്സര്യ ചിന്തകൾ എന്നിത്യാദി തമോ ഗുണങ്ങളെയും രജോ ഗുണങ്ങളെയും അതിജീവിച്ച് പരമശാന്തി നേടിത്തരുന്നതായ സാത്വിക മനോഭാവത്തോടെ വേണം നാം പൊങ്കാലയെ സമീപിക്കേണ്ടത്. ശാന്തമായ മനസ്സോടെ, ഭക്തിയോടെ, ദേവിക്ക് മുന്നിലുള്ള സമർപ്പണ മനോഭാവത്തോടെയാകണം പൊങ്കാല സമർപ്പണം. അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് നിവേദ്യം സമർപ്പിച്ചതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് ദേവിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല സ്വീകരിച്ചനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വിനീതമായ ഒരു മനോഭാവത്തോടെയാകണം പൊങ്കാല സമർപ്പണം നടത്തേണ്ടത്. ഇങ്ങനെ വളരെ ദിവ്യമായ ഒരു മനസ്സും ബാഹ്യമായ പരിശുദ്ധിയും ചേരുമ്പോൾ നാം പൊങ്കാല മഹോത്സവം എന്ന മഹാകർമ്മത്തിന്റെ ഭാഗമാകുന്നു. സുഹൃത്തുക്കളെ, ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നും തുടർന്നുള്ള ഇത്തരം വീഡിയോകൾ ലഭ്യമാകുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. നമസ്തേ.